ഹായ് മക്കളെ, ഡിസംബർ 29-നാണ് സൈലം നടന്ന അടുത്ത നെക്സ്റ്റ് എക്സാം വരുന്നത്. 29-ന് നടക്കാൻ പോകുന്ന നെക്സ്റ്റ് എക്സാം കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെയും നിങ്ങൾക്ക് ഓഫ്ലൈനായി തന്നെ വരുന്ന നെക്സ്റ്റ് എക്സാം എഴുതാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയം, എന്തിനാണ് നമ്മൾ നെക്സ്റ്റ് എക്സാം എഴുതുന്നത്? നെക്സ്റ്റ് എക്സാം എഴുതിയത് കൊണ്ട് എന്ത് ഗുണമാണ് നമുക്ക് ഭാവിയിൽ ഉണ്ടാവുക? അല്ലെങ്കിൽ നമ്മുടെ പ്ലസ് 1 പ്ലസ് 2 പഠനത്തെ ഇത് ഏത് രീതിയിലാണ് മാറ്റിമറിക്കുക എന്നുള്ളൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി വന്നിട്ടുള്ളത്. എന്താണ് ആക്ച്വലി നെക്സ്റ്റ് എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് സൈലത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളിൽ, സൈലം സ്കൂളുകളിൽ പ്ലസ് 1-നും പ്ലസ് 2-നും നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള അവസരമാണ് നെക്സ്റ്റ് എക്സാമിലൂടെ സൈലം നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നത്. ഓക്കെ, അപ്പോൾ സൈലം സ്കൂളുകളുടെ പ്രത്യേകത എന്താ? അതാദ്യം പറയണമല്ലോ. സൈലം സ്കൂളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്ലസ് 1 പ്ലസ് 2 ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കുന്നതിനൊപ്പം നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏത് കോമ്പറ്റേറ്റീവ് പരീക്ഷ എഴുതാനുള്ള പ്രാക്ടീസ് കൂടി നൽകുക എന്നതാണ് സൈലം സ്കൂളുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ സൗകര്യങ്ങളാണ് നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാവുക? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ ക്ലാസ്സുകൾ തന്നെയാണ്. അതായത് പ്ലസ് 1-ൻ്റെയും പ്ലസ് 2-ൻ്റെയും ബോർഡ് എക്സാമിന് നിങ്ങൾ എന്തൊക്കെ കണ്ടന്റ് ആണോ, എന്തൊക്കെ കൺസെപ്റ്റുകളാണോ പഠിക്കേണ്ടത്, അതിനൊപ്പം എൻട്രൻസ് എക്സാമിന് വേണ്ടിയുള്ള കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് വേണ്ടിയുള്ള കണ്ടന്റും കൺസെപ്റ്റും ഒക്കെ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യുന്ന രീതിയിലാണ് സൈലത്തിൻ്റെ സ്കൂളുകളിൽ ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സൈലത്തിൻ്റെ മെറ്റീരിയലാണ്. നമ്മുടെ മെറ്റീരിയലിൻ്റെ പ്രത്യേകത, നിങ്ങളുടെ സ്കൂളുകളിൽ അവൈലബിൾ ആകുന്ന മെറ്റീരിയലിൻ്റെ പ്രത്യേകത, ഓരോ ചാപ്റ്ററിനെയും പലവിധ ടോപ്പിക്കുകളായി ഡിവൈഡ് ചെയ്ത് ഓരോ ടോപ്പിക്കിൽ നിന്നും ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള ചോദ്യങ്ങളും അതിനൊപ്പം ആ ടോപ്പിക്കിൽ നിന്നുള്ള കോമ്പറ്റേറ്റീവ് പരീക്ഷയുടെ ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ മെറ്റീരിയലാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ് റൂമിൽ വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ബോർഡ് എക്സാമിൻ്റെ പ്രാക്ടീസും കിട്ടുന്നുണ്ട്, എൻട്രൻസ് എക്സാമിൻ്റെ കോമ്പറ്റേറ്റീവ് പരീക്ഷയുടെ പ്രാക്ടീസും കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹോസ്റ്റലുകൾ എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾക്ക് ടീച്ചേഴ്സ് നിങ്ങളെ കാണാൻ വരികയും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിനുള്ള സൗകര്യം ഹോസ്റ്റലിൽ തന്നെ ഒരുക്കുകയും ചെയ്യുന്ന രീതിയിലാണ് സൈലത്തിൻ്റെ സ്കൂളുകളിലെ ഹോസ്റ്റലുകൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആകുന്ന സമയങ്ങളിൽ ഫാക്കൽറ്റീസ് നിങ്ങളുടെ അടുത്തേക്ക് വരും, ഹോസ്റ്റലുകളിലേക്ക് വരും. നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് ഡൗട്ടുകളുള്ളത്, എന്തൊക്കെ ടോപ്പിക്കാണ് ഡൗട്ടുകളുള്ളത്, അതൊക്കെ ഫാക്കൽറ്റീസുമായിട്ട് എന്ത് ചെയ്യാം? ഹോസ്റ്റലിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യാനും ക്ലാരിഫൈ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സാധാരണ ഒരു സ്കൂളിൽ പോയിട്ട് പഠിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? പകൽ സമയങ്ങളിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഫാക്കൽറ്റീസ് അവൈലബിൾ ആയിരിക്കും അല്ലേ? ആ സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയാൽ എന്ത് ചെയ്യും? നമ്മുടെ മുന്നിൽ വേറെ ഓപ്ഷനൊന്നുമില്ല അല്ലേ? പക്ഷേ ഇവിടെ അങ്ങനെയല്ല. സൈലം സ്കൂളുകളിൽ പഠിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൈലത്തിൻ്റെ ഓഫ്ലൈൻ ക്ലാസ് റൂം മാത്രമല്ല, സൈലത്തിൻ്റെ ഓൺലൈൻ ക്ലാസ് റൂമും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏത് സമയത്ത് എന്ത് ഡൗട്ട് വന്നാലും എല്ലാ ചാപ്റ്ററുകളുടെയും ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ ഉണ്ടാവും. എപ്പോൾ വേണമെങ്കിലും എടുത്തു നോക്കാം, ഏത് ടോപ്പിക് വേണമെങ്കിലും എടുത്തു നോക്കാം. അങ്ങനെ ഒരു സൗകര്യം കൂടി സൈലം സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. ഇനി ഇതിനൊപ്പം മെൻറ്റർഷിപ്പാണ്. അതായത് ഹോസ്റ്റലിൽ നിങ്ങൾക്കൊപ്പം താമസിക്കുന്ന നിങ്ങളുടെ ഒരു പേഴ്സണൽ മെൻറ്റർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും, നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളെ പോലെ ഷെയർ ചെയ്യാനും, സംസാരിക്കാനും, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ആ ഒരു മെൻറ്റർ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ഓക്കെ, നമ്മളൊരു ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിനൊപ്പം കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ പരീക്ഷകൾ എത്രത്തോളം എഴുതാൻ പറ്റുമോ അത്രയും പരീക്ഷകൾ നമ്മൾ എഴുതേണ്ടതുണ്ട്. ഇപ്പോൾ സൈലം സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരുപാട് പരീക്ഷകൾ നിങ്ങൾ 2 വർഷം കൊണ്ട് പ്രാക്ടീസ് ചെയ്യും. എല്ലാ ആഴ്ചയും നടക്കുന്ന വീക്ക്ലി എക്സാമുകൾ ഉണ്ടാവും. എല്ലാ മാസങ്ങളിലും നടക്കുന്ന, ഒരു മാസം എടുക്കുന്ന മൊത്തം ടോപ്പിക്കുകൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള മന്ത്ലി എക്സാമുകളുണ്ട്. അതിനൊപ്പം എല്ലാ മാസവും നടക്കുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ അഥവാ GIB പരീക്ഷകളുണ്ട്. കേരളത്തിലെ മൊത്തം കുട്ടികളോടും നമ്മൾ മത്സരിക്കുന്ന GIBകളാണത്. അതിനൊപ്പം നമ്മുടെ ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസുകൾ കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഇത്രയുമൊക്കെ കിട്ടുന്ന ഒരു കുട്ടി പ്ലസ് 2 ബോർഡ് എക്സാം കഴിഞ്ഞ് ഇന്ത്യയിലെ ഏത് കോമ്പറ്റേറ്റീവ് പരീക്ഷ ആയിക്കോട്ടെ, നീറ്റോ JEO ഏത് കോമ്പറ്റേറ്റീവ് പരീക്ഷ വേണമെങ്കിലും ആയിക്കോട്ടെ, ഏത് കോമ്പറ്റേറ്റീവ് പരീക്ഷയും എഴുതാൻ മാത്രം പ്രാഗൽഭ്യമുള്ള ഒരു കുട്ടിയായിട്ടായിരിക്കും സൈലം സ്കൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത്, നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു നെക്സ്റ്റ് എക്സാം ആയിരിക്കും. അപ്പോൾ മക്കളെ, ഇതുവരെയായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും QR കോഡ് സ്കാൻ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ എക്സാം സീറ്റ് ഇന്ന് തന്നെ ഉറപ്പിക്കുക, അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.